നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MLA CP മുഹമ്മദ്. നിയമസഭയിൽ സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ ആളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. UDF ഭരണകാലത്തും യോഗ്യരല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാർ ഉണ്ടായിരുന്നെന്നും CP മുഹമ്മദ്. പുഴകൾ സംരക്ഷിക്കാൻ സമ്പൂർണ്ണാധികാരമുള്ള സ്വതന്ത്ര പുഴ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന മെട്രോമാൻ E. ശ്രീധരൻ. ഭാരതപ്പുഴ സംരക്ഷണത്തിന് ലോകബാങ്ക് വാഗ്ദാനം ചെയ്ത 960 കോടി രൂപ ലഭിക്കണമെങ്കിൽ അതോറിറ്റി രൂപീകരിക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കിയില്ലെന്നും E. ശ്രീധരൻ. ഒറ്റപ്പാലത്ത് വീണ്ടും ചലച്ചിത്രോത്സവത്തിന് അരങ്ങുണരുന്നു. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 25 മുതൽ 28 വരെ നടക്കും. പലസ്തീനാണ് മേളയുടെ പ്രമേയമെന്ന് സംഘാടകർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ജനുവരി 29 ആരംഭിക്കും. ഫെബ്രുവരി 2 പാലക്കാട്ടെത്തുന്ന യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും വ്യാപാരി നേതാക്കൾ. സ്വാതന്ത്ര്യം സർഗാത്മകത കൊണ്ട് ഉണ്ടാകുന്നതാകണമെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. കഥാകാരി രാജലക്ഷ്മി അനുസ്മരണവും അവാർഡ് ദാനവും പൂക്കോട്ടുകാവിൽ നടന്നു. വിശദമായ വാർത്തകൾ നോക്കാം. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ മുൻ MLA CP മുഹമ്മദ്. KM മാണിക്കെതിരെ നിയമസഭയിൽ സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ മനുഷ്യനെയാണ് പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതെന്ന് CP മുഹമ്മദ്. UDF മന്ത്രിസഭകളിലും ചിലരെങ്കിലും സ്ഥാനത്തിന് യോഗ്യരല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. KPSTA മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്ഷരവൈരികളായ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയധികം അപമാനകരമാക്കിയത്. UDFന്റെ ഭരണകാലത്തും ചിലരെങ്കിലും ആ സ്ഥാനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. മതേതര രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരാണ് വേണ്ടത്. പക്ഷേ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിന്റെ അപജയവും അതുതന്നെയാണ്. സ്വാർത്ഥ താൽപര്യത്തിനും സ്വന്തം മതത്തിന്റെ താൽപര്യത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരും കുറവല്ലെന്നും CP മുഹമ്മദ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KM മാണിക്കെതിരെ രോഷപ്രകടനവുമായി സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ, പുരാണത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മുണ്ട് മാടിക്കെട്ടി TV-യിലൂടെ പ്രത്യക്ഷപ്പെട്ടത് കാണാത്ത കേരളത്തിലെ ഒരു പൗരൻ പോലുമില്ല. ആ മനുഷ്യനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഒരുപാട് വിദ്യാഭ്യാസ മന്ത്രിമാർ, അക്ഷരവൈരികളായ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇത്ര മാത്രം അപമാനകരമാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. UDFന്റെ ഭരണകാലത്തും വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ചിലരെങ്കിലും ആ സ്ഥാനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചാൽ അർഹരല്ല എന്ന അഭിപ്രായം പറയുന്നവരാണ് ഞാൻ. ഒരു മതേതര രാഷ്ട്രത്തിൽ, മതേതര സംസ്ഥാനത്ത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരാണ് വേണ്ടത് എന്ന് നമുക്കൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അപജയവും അതുതന്നെയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സ്വന്തം ധനസമ്പാദനത്തിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ ഉപയോഗിച്ച മന്ത്രിമാർ കേരളത്തിൽ ഒട്ടും കുറവല്ല. പ്രസിഡന്റ് V. നൌഷാദ് ബാബു അധ്യക്ഷത വഹിച്ചു. AIPTF ട്രഷറർ P. ഹരിഗോവിന്ദൻ, UK ബഷീർ, അസീസ് ഭീമനാട്, NK ജയപ്രകാശ്, B. സുനിൽകുമാർ, PK അബ്ബാസ്, G. രാജലക്ഷ്മി, ഷാജി S. തെക്കേതിൽ, രമേശ് പാറപ്പുറത്ത്, K. ശ്രീജേഷ്, ബിജു ജോസ്, P. മനോജ് ചന്ദ്രൻ, NV ജയരാജൻ, ഷിജി തോമസ്, സജീവ് ജോർജ്, M. ഷാഹിദ് എന്നിവർ സംസാരിച്ചു. പുഴകൾ സംരക്ഷിക്കാൻ സമ്പൂർണ്ണാധികാരമുള്ള സ്വതന്ത്ര പുഴ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന മെട്രോമാൻ E. ശ്രീധരൻ. മണ്ണാർക്കാട് നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുഴയെ തേടി പ്രബന്ധാവതരണവും ചർച്ചയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള തുടർ പരിശ്രമങ്ങളുടെ ഭാഗമായാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പുഴയെ തേടി പ്രബന്ധാവതരണവും ചർച്ചയും നടത്തിയത്.
സാങ്കേതിക വിദഗ്ധൻ മെട്രോമാൻ ഇ ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുഴകൾ സംരക്ഷിക്കാൻ സമ്പൂർണ്ണാധികാരമുള്ള സ്വതന്ത്ര പുഴ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വകുപ്പുകളുടെയും അധികാരം ഈ സമിതിക്ക് നൽകണം. ഭാരതപ്പുഴ സംരക്ഷണത്തിന് ലോകബാങ്ക് വാഗ്ദാനം ചെയ്ത 960 കോടി രൂപ ലഭിക്കണമെങ്കിൽ പുഴ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കിയില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. വേൾഡ് ബാങ്ക് ഒരു കണ്ടീഷൻ വെച്ചത് ഇത് ഫണ്ട് തന്നെങ്കിൽ വേൾഡ് ബാങ്ക് 960 കോടി എന്ന് പ്രോമിസ് ചെയ്തുള്ളൂ. അത് തരണമെങ്കിൽ കേരള ഗവൺമെൻറ് ഒരു റിവർ പ്രിസർവേഷൻ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. കേരള ഗവൺമെൻറ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആകെ 44 നദികളാണ് കേരളത്തിലുള്ളത്. 44 നദികൾക്ക് ഒരു ബോർഡ് സ്ഥാപിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഞങ്ങളതിന് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ തന്നെ പമ്പ നദിക്ക് ഒരു പ്രിസർവേഷൻ ബോർഡുണ്ട്, ഒന്നും നടക്കുന്നുണ്ട്. അതുപോലെ ആയാൽ പറ്റില്ല. ഈ ശരിക്കും പഴയ നമുക്ക് സംശയങ്ങൾ ഒരു പവർഫുൾ അതോറിറ്റി വേണം, ഇൻഡിപെൻഡൻറ്റ് പവർഫുൾ അതോറിറ്റി. ആ അതോറിറ്റിക്ക് അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മേലുള്ള അധികാരമുള്ള അതോറിറ്റി വേണം. ഇങ്ങനെയുള്ള സ്ഥിതി വന്നു. അപ്പോഴാണ് ഞാൻ ആദ്യം പിന്നെയും സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് പോയി. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഉപദേശം തന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, എന്തായാലും എൻ്റെ പഴയ സ്ഥിതി അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ, കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കൂടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു റിവർ അതോറിറ്റി ഉണ്ടാക്കാം എന്നുള്ള ഒരു ഓർഡർ പ്രൊവിഷൻ ഒന്നും കിട്ടുന്നില്ല. തോരാപുരം പാലത്തിന് സമീപം പുഴ നടത്തത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള നടപടികളെക്കുറിച്ച് പ്രകൃതി സ്നേഹികളും പുഴ സംരക്ഷണ പ്രവർത്തകരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പൈനാടം മുഖ്യപ്രഭാഷണം നടത്തി. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷിജി റോയ് അധ്യക്ഷത വഹിച്ചു. അസീസ് ഭീമനാട്, ഡോക്ടർ സെറീന, UK ബഷീർ, രഞ്ജിത്ത് ജോസ്, KK വിനോദ് കുമാർ, GV രവി, വിനോദ് ചത്തല്ലൂർ, മുഹമ്മദ് ഷെരീഫ്, സുരേന്ദ്രൻ, പ്രതീഷ് കാഞ്ഞിരപ്പുഴ തുടങ്ങിയവർ നെല്ലിപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി 25 മുതൽ 28 വരെ ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിൽ വെച്ച് നടക്കും. ചലച്ചിത്രോത്സവം സംവിധായകൻ അനുരാഗ് കശ്യപ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് ജനുവരി 25 മുതൽ 28 വരെ ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിൽ വെച്ച് നടക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഇന്ത്യയുടെയും സഹകരണത്തോടെ നടക്കുന്ന മേളയുടെ പ്രമേയം പലസ്തീനാണ്. പലസ്തീൻ പ്രശ്നം പ്രമേയമാക്കിയ ചിത്രങ്ങളുടെ പ്രത്യേക പ്രദർശനവും മേളയിലുണ്ട്. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ഇന്ന് ഡോക്യുമെന്ററി തുടങ്ങിയ വിഭാഗങ്ങളിലായി 30ലേറെ പ്രദർശനങ്ങൾ മേളയിൽ നടക്കും. വിവിധ രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ അംഗീകാരങ്ങൾ നേടിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. 25 വൈകിട്ട് 4:30 സംവിധായകൻ അനുരാഗ് കശ്യപ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ, ഇന്ന് ഡോക്യു സിനിമ തുടങ്ങിയ വിഭാഗങ്ങളിൽ 38 സിനിമകളാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. പലസ്തീൻ പ്രമേയമാക്കി ഫർഹ, 200 മീറ്റേഴ്സ്, വാട്സ് വിത്ത് ബഷീർ എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. മലയാളം സിനിമ എന്ന വിഭാഗത്തിൽ തടവ്, B32 മുതൽ 44 വരെ, ആട്ടം തുടങ്ങിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമ വിഭാഗത്തിൽ കെന്നഡി, ശിവമ്മ തുടങ്ങിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഡോക്യുമെന്ററി സിനിമ വിഭാഗത്തിൽ ദി അൺനോൺ കേരള സ്റ്റോറി, ബിയോണ്ട് ഹേട്രഡ് ആൻഡ് പവർ, വി കീപ് സിംഗിങ് ഉൾപ്പെടെയുള്ള സിനിമകളാണ് പ്രദർശിപ്പിച്ചു വരുന്നത്. ഇന്റർനാഷണൽ സിനിമ വിഭാഗത്തിൽ ദ ഓൾഡ് ഓക്ക്, മീ ക്യാപ്റ്റൻ, ദർ ഇസ് നോ ഇവിൽ എന്നീ സിനിമകളും പ്രദർശിപ്പിക്കുന്നു. ജനുവരി 25 വൈകിട്ട് 4 മണിക്കാണ് നമ്മൾ ഈ ചലച്ചിത്രോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത അറബിക് കാലിഗ്രഫർ കലീലുള്ള ചെമ്മനാട് കാലിഗ്രഫി ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപാണ് പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഒരു പരിപാടിയിൽ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രൂവും ഒരു ദിവസം മുഴുവനായി നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ആ പരിപാടിയിൽ അതിനു പുറമെ രമ്യ നമ്പീശൻ, ശ്രുതി ശരണ്യം, ഉണ്ണി രാജൻ,
കേരള ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി സി അജോയ് തുടങ്ങിയവരും ഉണ്ടായിരിക്കുന്നതാണ്. രാജീവ് രവി, വിനയ് ഫോർട്ട്, രമ്യ നമ്പീശൻ, ശ്രുതി ശരണ്യ, ബി അജിത് കുമാർ, അനിൽ രാധാകൃഷ്ണ മേനോൻ, GP രാമചന്ദ്രൻ, KM കമൽ, ഷാഹി കബീർ, പ്രശാന്ത് അലക്സാണ്ടർ, അനുമോൾ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. 26 രാവിലെ 10 ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഫിലിം മേക്കിംഗ് ക്യാമ്പിന്റെ ഭാഗമായി നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടക്കും. വൈകിട്ട് 4:30 അധിനിവേശത്തിന്റെയും പലായനത്തിന്റെയും സിനിമകളും ജീവിതവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും. ഡോക്ടർ എതിരൻ കതിരവൻ, മുസവർ അഹമ്മദ് എന്നിവർ സംസാരിക്കും. 27 വൈകിട്ട് 4:30 ദേശീയ സിനിമ മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് നടക്കും. ശ്രേയ ശ്രീകുമാർ, GP രാമചന്ദ്രൻ എന്നിവർ സംസാരിക്കും. 28 വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിനയ് ഫോർട്ട്, നിമിഷ സജയൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഡോക്ടർ ബിജു, KC പ്രവീൺ എന്നിവർ സംസാരിക്കും. തുടർന്ന് സംഗീത നിശ നടക്കും. നവാഗത സംവിധായകരുമായുള്ള മുഖാമുഖങ്ങൾ, ഓപ്പൺ ഡയലോഗുകൾ, പ്രതിഭകൾക്ക് ആദരം, പുസ്തകോത്സവം, ചിത്ര ഫോട്ടോ പ്രദർശനം, മ്യൂസിക് നൈറ്റ് എന്നിവ ചലച്ചിത്രോത്സവ ദിനങ്ങളിൽ ഉണ്ടാകും. ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് സഞ്ചരിക്കുന്ന സിനിമാ വണ്ടി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്രോത്സവത്തിന്റെ ഓൺലൈൻ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞതായും സംഘാടകർ പറഞ്ഞു. ജനറൽ ഡെലിഗേറ്റിന് 500 രൂപയും സ്റ്റുഡന്റ് ഡെലിഗേറ്റിന് 250 രൂപയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ജനറൽ കൺവീനർ K മോഹൻദാസ്, വൈസ് ചെയർമാൻ ജയകൃഷ്ണൻ വല്ലപ്പുഴ, PK ശശികുമാർ, പ്രണവ് പ്രസന്നൻ, പ്രജിത് ചേതന എന്നിവർ പങ്കെടുത്തു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഫെബ്രുവരി 2 പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കടകളിൽ പൊതു ശൗചാലയങ്ങളിൽ ഉണ്ടാക്കണമെന്നും പൊതുവേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നതും ഉൾപ്പെടെ അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്നും മാത്രം യൂസർ ഫീ ഈടാക്കുക, GSTയുടെ പ്രാരംഭകാലത്ത് സാങ്കേതിക സംവിധാനത്തിന്റെ പിഴവുകൾ മൂലം സംഭവിച്ച ചെറിയ തെറ്റുകൾക്ക് പോലും വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക, കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന നികുതി കുടിശ്ശിക നോട്ടീസുകൾക്ക് പിഴയും പലിശയും ഒഴിവാക്കി നികുതിയിൽ 50% മാത്രം ഈടാക്കി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയ ആംനസ്റ്റി സ്കീം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 29 കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര ഫെബ്രുവരി 13 തിരുവനന്തപുരത്താണ് സമാപിക്കുക. ഫെബ്രുവരി 2 പട്ടാമ്പിയിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് മേലെ പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. ജില്ലയിൽ 2 യാത്രയ്ക്ക് സ്വീകരണമുള്ളത്. പട്ടാമ്പിയിലെ സ്വീകരണത്തിൽ പട്ടാമ്പി, ഷൊർണൂർ, തൃത്താല, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വ്യാപാരികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരികളെ, കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള വ്യാപാരികളുടെ മുഴുവൻ ഒപ്പുശേഖരണം നടത്തി 5 ലക്ഷത്തിലധികം ഒപ്പുശേഖരണം നടത്തി അത്തരമൊരു നിവേദനം, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നിവേദനം അന്ന് ഫെബ്രുവരി 13 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കും കൂടി ചെയ്യുന്നതാണ് ഈ യാത്രയുടെ സമാപനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ സമരത്തിന് ആധാരമായിട്ട് ഉയർത്തുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശികമായ ഗവൺമെൻറ്റുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ഒരുപാട് വിഷയങ്ങളാണ് വ്യാപാരികൾക്ക്, പ്രതിസന്ധികളാണ് വ്യാപാരികൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കാൻ കഴിയുന്ന ബിന്നുകൾ 10 100 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ളൊരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ 3 ബിന്നുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഈ ബിന്നുകളിൽ ഒന്ന് ജൈവ മാലിന്യം, മറ്റൊന്നിൽ അജൈവ മാലിന്യം, വേറൊന്നിൽ പ്ലാസ്റ്റിക് മാലിന്യം. ഇങ്ങനെ ഈ 3 ബിന്നുകൾ സ്ഥാപിച്ച് ആ ബിന്നുകളിൽ പൊതുജനങ്ങൾക്ക് പോലും, അതുവഴി നടന്നു പോകുന്ന പൊതുജനങ്ങൾക്ക് പോലും അവരുടെ കയ്യിലുള്ള വേസ്റ്റ് അതിലിടാവുന്ന നിയമമാണ് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. അത് ഞങ്ങൾ കെട്ടിസൂക്ഷിച്ച്, ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ ഇത് കെട്ടിസൂക്ഷിച്ച് അവരെ ഏൽപ്പിക്കുന്ന ദൗത്യം വ്യാപാരികൾ ഏറ്റെടുക്കണം എന്നതാണ് ഏറ്റവും പുതിയ നയം. ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിബന്ധനകൾ ഇറക്കി. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കണം. ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടത്. ഇതൊക്കെ ഇനി ലൈസൻസ് പുതുക്കിയാൽ തന്നെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കോപ്പി കിട്ടുന്നത്. ഈ ജാഥയിൽ നമ്മുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബാബു കോട്ടയിൽ,
ഇതിൻ്റെ ഒരു പ്രധാന കോർഡിനേറ്ററായിട്ട് പ്രധാനപ്പെട്ട 5 ഭാരവാഹികളിൽ ഒരു അംഗമായി ഈ ജാഥയെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്നുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയൻകാവ്, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി KPA റസാഖ്, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ്, യൂണിറ്റ് സെക്രട്ടറി സലീം റോയൽ, യൂത്ത് വിംഗ് പ്രതിനിധി സന്തോഷ് പട്ടാമ്പി, പ്രോഗ്രാം ചെയർമാൻ മുസ്തഫ വല്ലപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സ്വാതന്ത്ര്യം എന്നത് സർഗാത്മകത കൊണ്ട് ഉണ്ടാകുന്നതാകണമെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. പ്രമുഖ എഴുത്തുകാരിയായിരുന്ന K. രാജലക്ഷ്മിയുടെ പേരിൽ നടത്തുന്ന രാജലക്ഷ്മി സാഹിത്യോത്സവം പൂക്കോട്ടുകാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അകാലത്തിൽ പൊലിഞ്ഞ വള്ളുവനാടിൻ്റെ കഥാകാരി രാജലക്ഷ്മിയെ അനുസ്മരിച്ചുകൊണ്ട് പൂക്കോട്ടുകാവ് ഞാറ്റുവേല സാംസ്കാരിക സമിതിയാണ് രാജലക്ഷ്മി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഞായറാഴ്ച പൂക്കോട്ടുകാവ് പഞ്ചായത്ത് P. വത്സര ഹാളിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം എന്നത് സർഗാത്മകത കൊണ്ട് ഉണ്ടാകുന്നതാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമുക്ക് ചുറ്റും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനേകം കയ്യേറ്റങ്ങൾ നമുക്കറിയാം. സ്ത്രീ വിഷയങ്ങളിൽ കോടതികൾ പോലും പുലർത്തുന്ന കുറ്റകരമായ ഇപ്പോൾ ഒരു കോടതി വിധി വന്നു. ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ കിടക്കുന്നില്ല. വളരെ പ്രത്യാശ നൽകുന്ന ചില വിധികൾ വരുന്നു. അപ്പോൾ കോടതികളും നിയമങ്ങളും ഉണ്ടാകുന്നത് സർഗാത്മകത കൊണ്ട് നമ്മൾ ലോകത്തെ മാറ്റുമ്പോഴാണ്. ഒരു സ്വാതന്ത്ര്യം നമ്മൾ സർഗാത്മകമായി ഉണ്ടാക്കണം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് ONV 50 പാടുന്ന കാലത്ത് നമ്മൾ കൊയ്യുന്ന വയലൊന്നും നമ്മുടേതായിട്ടില്ല. ആ സ്വപ്നം പിന്നീട് പ്രവർത്തിച്ചു. എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, എൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു. ആ സ്വപ്നം വിളഞ്ഞു. 57 ആദ്യത്തെ ജനകീയ ഗവൺമെൻറ് ആദ്യം പാസ്സാക്കിയ ഒരു നിയമം ഒരാളെയും കുടിയിറക്കരുതെന്ന്. ആ സ്വപ്നം പക്ഷേ 50കളിൽ കവി ഉന്നയിച്ചു. എല്ലാ മനുഷ്യരെയും മാറ്റുന്ന പല സ്വപ്നങ്ങളും കവികളും എഴുത്തുകാരും വർഷങ്ങൾക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ചതാണ്. കറുത്തവരും വെളുത്തവരും തോളിൽ കൈയിട്ട് നടക്കുന്നൊരു സ്വപ്നം മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ കാവ്യാത്മകമായി ചിന്തിച്ച ഒരാളാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഞാറ്റുവേല കിനാവുകളാണ് ഞാറ്റുവേലകളെ സൃഷ്ടിക്കുന്നത്. എല്ലാ ഞാറ്റുവേലകളും കൊഴിഞ്ഞു പോയിട്ടില്ല. ഒരു ജനാർദ്ദനും ഒരു ശ്രുതിയും ഒരു ആർദ്രയും ഇനിയും പലയിടങ്ങളിൽ നിന്നും പുതിയ ജീവിതാനുഭവങ്ങളുമായി കടന്നു വരും. ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷനായി. ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണവരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ KP രവിചന്ദ്രൻ, ഡോക്ടർ സുനിത ഗണേഷ്, K. ജയദേവൻ, ബിന്ദു പരിയാപുരം, VS സതി, K. മിനി, PT മുരളീകൃഷ്ണൻ, KM മഞ്ജുഷ, K. അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രാജലക്ഷ്മി പുരസ്കാരങ്ങൾ MV ജനാർദ്ദനൻ, KS ആർദ്ര, VS ശ്രുതി എന്നിവർക്ക് നൽകി. രാവിലെ നടന്ന ചലച്ചിത്രോത്സവം ചിത്രകാരി ദുർഗാമാലതി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ ഇഡിപിയ 2023, അടിവേരുകളുടെ അർത്ഥശാസ്ത്രം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് തല പ്രതിനിധി സമ്മേളനം ചെർപ്പളശ്ശേരിയിൽ നടന്നു. P. മമ്മിക്കുട്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി, പെൻഷൻ ഉൾപ്പെടെയുള്ള തയ്യൽ മേഖലയ്ക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമുയർത്തിയാണ് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് തല പ്രതിനിധി സമ്മേളനം ചെർപ്പളശ്ശേരിയിൽ നടന്നത്. P. മമ്മിക്കുട്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള സേവന വേതന വ്യവസ്ഥകളോ അതുപോലെ തന്നെ അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ ചർച്ച ചെയ്യുകയും നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് അത് ഉറപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് പോകേണ്ട വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ ചുറ്റുപാടിനനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തി പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവണം. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പാഠ്യേതര മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് EK രാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് മാനു മുഹമ്മദ്, സൈഫ, KM സൈനബ, PM റഫീഖ്, സുദർശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് സ്കൂൾ സ്ഥാപകൻ തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും പത്നി ദേവകി അന്തർജനത്തിൻ്റെയും ഓർമ്മ പുതുക്കി ആദരാഭിഭാവം അനുസ്മരണ യോഗം നടന്നു. തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പൗത്രൻ മോഹൻജി ഉദ്ഘാടനം ചെയ്തു. 1948 ഓഗസ്റ്റ് 9 2 ഡിവിഷനുകളോടെയാണ് തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്കൂൾ സ്ഥാപിച്ചത്. തുടർന്ന് 1956 കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളായി ഉയർത്തപ്പെട്ടു. 1962 ദേവകി അന്തർജനം മാനേജറായി ഹൈസ്കൂളും സ്ഥാപിതമായി. 1987 ജൂലൈ 9 തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചത്. 2013 ദേവകി അന്തർജനവും നിര്യാതയായി.
ഇവരുടെ ഓർമ്മ പുതുക്കിയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും സ്കൂൾ അധ്യാപകരും ചേർന്ന് ആദരാഭിവാദം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. കുണ്ടൂർക്കുന്ന് VP AUP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പൗത്രൻ മോഹൻജി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ പല ആൾക്കാരും ഇതൊക്കെ തുടങ്ങുന്നത് അവരവന് വേണ്ടിയാണ്. എനിക്ക് കുറച്ച് കാശുണ്ടാവണം, എൻ്റെ ഫാമിലി നന്നാവണം എന്നുള്ള ലെവലിലാണ്. അവരൊന്നും പിന്നീട് ജനങ്ങൾ ഓർക്കില്ല, കാരണം ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴൊക്കെ സെൽഫ്ലെസ്നെസ് വന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ നമുക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, അപ്പം ലോകം മുഴുവൻ അറിയപ്പെടും. പിന്നെ മകൻ TM അനുജൻ, പത്നി VM വസുമതി, സ്കൂൾ പ്രിൻസിപ്പൽ PG പ്രശാന്ത് കുമാർ, പ്രധാനാധ്യാപകൻ AM രവീന്ദ്രൻ, UP വിഭാഗം പ്രധാനാധ്യാപിക N ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിലെ മുൻ കായികാധ്യാപകൻ C അഭിജിത്തിൻ്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ദേശീയ കായിക താരം S ഭൂമിക കൃഷ്ണയ്ക്ക് സമർപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ MN നാരായണൻ, TP വിജയഗീത, KV പത്മജ എന്നിവർക്കുള്ള യാത്രയയപ്പ് നടന്നു. യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് ഉപാധ്യക്ഷ M ബീനാമുരളി ഉദ്ഘാടനം ചെയ്തു. തേനേഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ TM അനുജൻ, പത്നി VM വസുമതി എന്നിവരാണ് ഇപ്പോഴത്തെ മാനേജർമാർ. 2010 ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത്. വർണ്ണാഭമായ പ്രദക്ഷിണത്തോടെ മണ്ണാർക്കാട് പെരുമ്പടാരി പരിശുദ്ധാത്മാ ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ആശുപത്രിപ്പടിയിലെ കുരിശുപള്ളിയിൽ നിന്ന് നഗരത്തിലൂടെ പെരുമ്പടാരി പള്ളിയിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിൽ 1000-ലേറെ പേർ പങ്കെടുത്തു. മൂന്ന് ദിവസമായി നടത്തിയ പെരുന്നാൾ ആഘോഷത്തിൽ ഫൊറോനയ്ക്ക് കീഴിലെ ഇടവകകളിൽ നിന്നുൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം പള്ളിയിൽ സമാപിച്ചതിനു ശേഷം പള്ളിയിൽ വാദ്യമേളവും കരിമരുന്ന് പ്രയോഗവും കലാപ്രകടനങ്ങളും നടത്തി. തുടർന്ന് പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി. സമാപന ദിവസമായ ഞായറാഴ്ച ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജോൺ കണ്ടങ്കേരി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൽബിൻ വെട്ടിക്കാട്ട് സന്ദേശം നൽകി. തുടർന്ന് പള്ളിക്കു ചുറ്റുമുള്ള പ്രദക്ഷിണത്തോടെ പരിപാടികൾ സമാപിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ശ്രീകൃഷ്ണപുരം മാവുള്ളിപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, തായമ്പക എന്നിവയും ഉണ്ടായി. തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, പൂമൂടൽ, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് നടന്നു. വൈകിട്ട് 4 മണിക്ക് നടന്ന എഴുന്നള്ളിപ്പിന് നല്ലേപ്പള്ളി കുട്ടന്മാരാരും സംഘവും നേതൃത്വം നൽകി. തുടർന്ന് ചുറ്റുവിളക്ക്, കലാമണ്ഡലം വിഷ്ണു M ഗുപ്തയുടെ ഓട്ടൻതുള്ളൽ എന്നിവ നടന്നു. രാത്രി 8 മണിക്ക് കല്ലുവഴി പ്രകാശൻ, കലാമണ്ഡലം രതീഷ് എന്നിവരുടെ ഇരട്ട തായമ്പക, തുടർന്ന് കേളി, പറ്റ്, എഴുന്നള്ളിപ്പ് എന്നിവയോടെ ആഘോഷത്തിന് സമാപനമായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് NCFRW ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച കാട്ടുകുളം റേഷൻ കട നിലവിളിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ N സുന്ദരൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ P അജിത് കുമാർ, പൊതുപ്രവർത്തകരായ വേണു പുഞ്ചപ്പാടം, വള്ളൂർ രാമകൃഷ്ണൻ, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഗോൾഡൻ കളർ ഇന്നോവകളുമായി ഒരു റോഡ് ഷോ. ചെർപ്പശ്ശേരിയിൽ നവീകരിച്ച MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു സ്വർണ്ണക്കാഴ്ചയായി ഇന്നോവകൾ നാടുചുറ്റിയത്. ചെർപ്പളശ്ശേരിക്ക് പൊൻതിളക്കം സമ്മാനിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഇന്നോവ കാറുകൾ നാടുചുറ്റിയത്.
കൂടുതൽ പുതുമകളുമായി വിപുലീകരിച്ച എം.എ. സൺസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു വ്യത്യസ്തമായ ഈ റോഡ് ഷോ. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ റോഡ് ഷോ ഫ്ലാഗ് ഓഫ് ചെയ്തു. കൗൺസിലർ പി. അബ്ദുൽ ഗഫൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ.എ. ഹമീദ്, മാനേജ്മെന്റ് പ്രതിനിധികൾ, സ്റ്റാഫ് എന്നിവർ സന്നിഹിതരായി. ഈ വരുന്ന ഫെബ്രുവരി 4-നാണ് വിപുലീകരിച്ച എം.എ. സൺസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പുളശ്ശേരിയിൽ സ്വപ്ന സമാനമായ പുത്തൻ ഷോപ്പിംഗ് അനുഭവമാകും എം.എ. സൺസ് സമ്മാനിക്കുക എന്നും ഉടമകൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എം.എൽ.എ. സി.പി. മുഹമ്മദ്. നിയമസഭയിൽ സ്വന്തം വസ്ത്രാക്ഷേപം നടത്തിയ അധമനായ ആളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. UDF ഭരണകാലത്തും യോഗ്യരല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാർ ഉണ്ടായിരുന്നെന്നും സി.പി. മുഹമ്മദ്. പുഴകൾ സംരക്ഷിക്കാൻ സമ്പൂർണ്ണാധികാരമുള്ള സ്വതന്ത്ര പുഴ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന മെട്രോമാൻ ഇ. ശ്രീധരൻ. ഭാരതപ്പുഴ സംരക്ഷണത്തിന് ലോകബാങ്ക് വാഗ്ദാനം ചെയ്ത 960 കോടി രൂപ ലഭിക്കണമെങ്കിൽ അതോറിറ്റി രൂപീകരിക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കിയില്ലെന്നും ഇ. ശ്രീധരൻ. ഒറ്റപ്പാലത്ത് വീണ്ടും ചലച്ചിത്രോത്സവത്തിന് അരങ്ങുണരുന്നു. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 25 മുതൽ 28 വരെ നടക്കും. പലസ്തീനാണ് മേളയുടെ പ്രമേയമെന്ന് സംഘാടകർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ജനുവരി 29-ന് ആരംഭിക്കും. ഫെബ്രുവരി 2-ന് പാലക്കാട്ടെത്തുന്ന യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും വ്യാപാരി നേതാക്കൾ. സ്വാതന്ത്ര്യം സർഗാത്മകത കൊണ്ട് ഉണ്ടാകുന്നതാകണമെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. കഥാകാരി രാജലക്ഷ്മി അനുസ്മരണവും അവാർഡ് ദാനവും പൂക്കോട്ടുകാവിൽ നടന്നു.